മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് "ഇൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു" എന്ന നോവലിൻ്റെ തുടർച്ച. നിസാർ അഹമ്മദും ഐഷയും കൂടി വൃക്ഷങ്ങൾക്കും മറ്റും വെള്ളം ഒഴിക്കുകയായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ട്, എന്നാൽ അതൊന്നും ശ്രദ്ധിക്കുകയല്ല, മുറ്റത്തെ പുല്ലു പറിക്കുകയാണ് എന്ന ഭാവത്തിൽ കുഞ്ഞു പാത്തുമ്മ മുറ്റത്തിരിക്കുകയായിരുന്നു. സമയം എത്രയായി എന്നവൾക്ക് അറിഞ്ഞുകൂടാ. സൂര്യൻ പുളിമരത്തിൻ്റെ നേരെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ വെളിക്കിറങ്ങിയിട്ട് ഉമ്മ ചെറിയ തോട്ടിൽ നിന്നും കരയ്ക്കു കയറി. നിസാർ അഹമ്മദ് വിളിച്ചു. "ഓയ്, ഒന്ന് പറയട്ടെ." ഉമ്മ ആളിളക്കത്തോടെ തിരിഞ്ഞു നിന്നു. നിസാർ അഹമ്മദ് കാര്യം പറഞ്ഞു. "അവരുടെ മുന്നിൽ ചെന്നിരുന്ന് കക്കൂസ് ചെയ്യുന്നത് ശരിയല്ല, നാറുകില്ലേ?" ഉമ്മ ചോദിച്ചു. "നീ ആരോടാ സംസാരിക്കണതെന്നറിയാവോ?" കുഞ്ഞു പാത്തുമ്മ വിളിച്ചു. "ഉമ്മ, ഇഞ്ഞ് പോര്." ഉമ്മ നിസാർ അഹമ്മദിനോട് ചോദിച്ചു. "നീ ഞങ്ങളെ എന്തു ചെയ്യും?" നിസാർ അഹമ്മദ് ചിരിച്ചു. ഉമ്മ വിറഞ്ഞുകൊണ്ട് പറഞ്ഞു. "പെണ്ണുങ്ങടെ പുറത്ത് മെക്കെട്ട് കയറാൻ വരണോ?" ബാപ്പ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു. "കൊടുത്തുകേല മയ്യദ്ദീനെ, കൊടുത്തുകേല." "എന്താണ്?" "ഒളിഞ്ഞു നോക്കി. ഞാനാ തോട്ടി പരന്ന് വന്ന് ഒളിഞ്ഞു നോക്കി. മയ്യദ്ദീനെ കൊടുത്തുകേല." "ആര്?" ബാപ്പയുടെ കണ്ണുകൾ ചുവന്നു. ഉമ്മ പറഞ്ഞു. "യമൻ." ബാപ്പ വാക്കിയത്തിയെടുത്ത് മുറ്റത്തേക്കിറങ്ങി. "കയ്യെത്തും, ഞാൻ വെട്ടും യമനെ. അങ്ങാതി വന്ന താമസിക്കുന്ന ശങ്കൻ" എന്ന് പറഞ്ഞു. തീരും മുമ്പ് "അസ്സലാമു അലൈക്കും" എന്ന് സലാം ചൊല്ലി കൊണ്ട് നിസാർ അഹമ്മദ് മുറ്റത്തു വന്നു. ബാപ്പ ആ കോപ്രിയിലും വലതുവശം വെച്ച് ഉടുത്തിരിക്കുന്ന മുണ്ടിലും നോക്കി. എങ്കിലും കഠിനമായ കോപത്തോടെ സലാം മടക്കി. "വ അലൈക്കും അസ്സലാം." നിസാർ അഹമ്മദ് പറഞ്ഞു. "ഞങ്ങൾ നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്നവരാണ്. ബാപ്പയും ഉമ്മയും എൻ്റെ സഹോദരിയും ഞാനുമുണ്ട്." "നിങ്ങൾ ഇസ്ലാമാ?" "അതെ." "എന്ത് ഇസ്ലാം?" "മതസംബന്ധമായി നമുക്ക് പിന്നെ വർത്തമാനം പറയാം. ഞങ്ങൾ ആരെങ്കിലുമാകട്ടെ, ഹിന്ദുക്കളാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കൂ, എന്താണെങ്കിലും ഞങ്ങളുടെ മൂക്കിൻ്റെ അടുത്ത് വന്നിരുന്ന് ഒളിഞ്ഞു നോക്കുക." "ബാപ്പ." കുഞ്ഞുപാത്തുമ്മ അകത്തുനിന്ന് വിളിച്ചു. "ബാപ്പാ." "എന്താ മകളെ?" "ഉമ്മ പറഞ്ഞത്" എന്ന് കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു. തീരും മുമ്പേ ഉമ്മ അവളുടെ വായ് പൊത്തിപ്പിടിച്ചു. "ഹറാം പറന്നോളെ, നീ ഇൻ്റെ മാനം ലക്ഷീര്. ഞാൻ നിൻ്റെ ഉമ്മയാ, ആനമക്കാരൻ്റെ പുന്നാരമോള്." കുഞ്ഞുപാത്തുമ്മ കൈ കുതറി വിടുവിച്ചു. "ഉമ്മ നൊണ പറയണത്." അവൾ ഉറച്ചു പറഞ്ഞു. "ഹറാം പറഞ്ഞതേ, മയ്യദ്ദീനെ ഞാൻ ഇവളെ പെറ്റല്ലോ." "എന്താ മകളെ?" ബാപ്പ കയറി വന്നു. "ഇനിക്ക് കള്ളസാക്ഷി പറയാൻ കയ്യേല." കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു. "ഉമ്മ നൊണ പറയണത്." "അവിടെ ആ പറമ്പി നിന്നോണ്ട് ഹോയ് എന്ന് വിളിച്ചു. അന്നിട്ട് ഞങ്ങടെ മൂക്കിൻ്റെ അടുത്ത് വന്നിരുന്ന് വെളിക്കെറങ്ങണ ശരിയാണെന്ന് ചോയിച്ച്. അതിന് ഉമ്മ ബഹണ്ട, അത്രേം ഉണ്ടായൊള്ളൂ." ഉമ്മ പറഞ്ഞു. "ഇനിക്കാരുല്ല കുഞ്ഞുത്താച്ചുമ്മ നിന്ന് ഞാൻ കഷണമാക്കും." "എന്നങ്ങനെ കൊന്നേര്. കയ്യത്ത് കണ്ടിച്ച് മയ്യദ്ദീനെ കയ്യത്ത് കണ്ടിച്ചോ, ബദരീങ്ങള് കയ്യത്ത് കണ്ടിച്ചോ. ഇനിക്കാരുല്ല." ഉമ്മ കരഞ്ഞുകൊണ്ട് താഴെയിരുന്നു. ബാപ്പ വെളിയിൽ ഇറങ്ങിച്ചെന്നു നിസാർ അഹമ്മദിനോട് വളരെ സൗമ്യതയിൽ പറഞ്ഞു. "ഞങ്ങ പാവങ്ങളാ, ഇപ്പ എന്തു ചെയ്യും?" നിസാർ അഹമ്മദ് പറഞ്ഞു. "ഞങ്ങളും പാവങ്ങളാണ്. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമൊന്നുമില്ല. പട്ടണത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് വാടകക്കാണ്. ഇപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങി. എനിക്കും കൃഷിയിലാണ് താൽപര്യം." ബാപ്പ പറഞ്ഞു. നോവൽ തുടരും.